നമ്മളിവിടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ 12 കൊല്ലമായിട്ട് സൈബർ സ്ക്വയർ 12 കൊല്ലമായിട്ട് കോഡിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സ്കൂൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ഇന്ത്യയിലുണ്ട്, ദുബായിലുണ്ട്, അതേപോലെ കാനഡ, UK, അങ്ങനെ ഡിഫറെൻറ്റ് മൾട്ടി നാഷണൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷമാണ് പിന്നെ CT&AI CBSE ആക്ച്വലി അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2014 നമ്മൾ കോഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് എവിടെയും കോഡിംഗ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ 2017, അതായത് 5 വർഷം മുമ്പ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ഈ കമ്പ്യൂട്ടേഷൻ തിങ്കിങ്ങും ഒക്കെ നമ്മുടെ കരിക്കുലത്തിൻ്റെ പാർട്ടാണ് ഓൾറെഡി. പക്ഷേ അതിന് CBSE ഒരു കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും എളുപ്പമായിട്ട് ടീച്ചേഴ്സിനും കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സ്കൂളുകളാണ് എങ്ങനെ സെലക്ഷനൊക്കെ നടന്നിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കുട്ടികളിലേക്ക് എങ്ങനെയാണ് അത് എത്തുന്നത്? നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി 500+ സ്കൂൾസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു CBSE സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്, ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്കൂൾസിലേക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ എന്താണ് ഹാൻഡ് ബുക്ക് അവൈലബിൾ ആക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ടീച്ചേഴ്സിന് അവൈലബിൾ ആക്കും. നമ്മുടെ ഒരു മേജർ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാക്കുക, പഠിപ്പിക്കാനും വളരെ എളുപ്പമാക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ലൈഫ് ഈസി ആക്കിയിട്ട് കുട്ടികളുടെ ഔട്ട്പുട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പഴയ രീതിയിൽ നിന്നും പഠനം മാറി പുതിയ രീതിയിലേക്ക്, പുതിയൊരു ടെക്നോളജിയിലേക്ക് മാറുന്നു. ഇത് ടെക്നോളജി ചേഞ്ച് അല്ല, ഇതൊരു തോട്ട് പ്രോസസ് ചേഞ്ചാണ്. ആ തോട്ട് പ്രോസസ് ചേഞ്ച് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളതിൽ ഇപ്പോൾ ബുക്കില്ലാത്ത രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ അങ്ങനെ പഠിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ക്രിയേറ്റിവിറ്റി കൂട്ടുക, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുക, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് തിങ്ക് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ് AIയും റോബോട്ടിക്സും ചെയ്യുമ്പോൾ ആക്ച്വലി കുട്ടികൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് CBSE കൊണ്ടുവന്നു. അപ്പോൾ ആ ഫ്രെയിം വർക്ക് നമ്മുടെ കരിക്കുലത്തിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ പറ്റും. താല്പര്യമുള്ള സ്കൂളുകൾക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് സൈബർ സ്ക്വയറിനെ ബന്ധപ്പെടുകയാണോ വേണ്ടത്? അതെ, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നമ്മൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്കൂൾസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ അവൈലബിൾ ആക്കുകയും ചെയ്യും. സൈബർ സ്ക്വയർ സ്കൂളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്? ഞങ്ങൾ നമ്മുടെ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കൊടുക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചാണ് പിന്നെ ഹോണറബിൾ MLA നജീബ് ആണ് ഇന്ന് ചെയ്യുന്നത്. എന്താണ് സ്കൂളുകൾ മാനേജ്മെൻറ്റിനോടും അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത സ്കൂൾ മാനേജ്മെൻറ്റിനോടും അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടും എന്താണ് പറയാൻ? ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് AI എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന മോഡലിൽ തന്നെ ഇത് പഠിപ്പിക്കാൻ പാടില്ല. ഇതൊരു തിങ്കിങ് ഡെവലപ്പ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു റോട്ട് ലേണിംഗിൽ നിന്ന് മാറിയിട്ട് ഒരു തിങ്കിങ് പാറ്റേൺ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിനുള്ള കാര്യങ്ങൾ CBSE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതും പിന്നെ എന്താ പറയുക, കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് അതിൻ്റെ ABCD എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രോബ്ലം അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഈസി ആയിട്ട് ആദ്യം ടീച്ചേഴ്സിന് മനസ്സിലാവും, അത് കഴിഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും.